ഹലോ ഗെയ്സ്, നമസ്കാരം. പഴയ കാർ ഉപയോഗിക്കുന്നത്, അതായത് യൂസ്ഡ് കാർ ഉപയോഗിക്കുന്നവർ ഇനി വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇനി നമ്മുടെ വാഹനത്തിൻ്റെ റിന്യൂവൽ നടത്തണമെങ്കിൽ. വലിയ ഭീമമായ പണം ഇവിടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ പഴയ കാർ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ഓരോ വാഹനത്തിനും എത്ര കണ്ട് നമ്മുടെ പെർസെൻറ്റേജ് പൈസ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇനി നമ്മളുടെ വാഹനങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ വളരെ ഭീമമായ തുക നൽകേണ്ടതുണ്ട്. അതായത് 20 വർഷം കഴിഞ്ഞ ഒരു യൂസ്ഡ് കാറോ അല്ലെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഓട്ടോറിക്ഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 20 വർഷം കഴിഞ്ഞതാണെങ്കിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അതിൻ്റെ പണം കൂടുതലായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 20 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് വരുന്ന 2 വീലറിന് നമ്മൾ റിന്യൂവലായിട്ട് ചാർജ്, അതായത് ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരുന്ന ചാർജ് 500 രൂപയായിരുന്നു. അതാണ് ഇപ്പോൾ 2000 രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു ഓട്ടോറിക്ഷയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു ഓട്ടോറിക്ഷ ഇതുവരെ കൊടുത്തിരുന്നത് 800 രൂപയായിരുന്നു. ഈ 800 രൂപയുള്ളതാണ് ഇപ്പോൾ 2000 രൂപയിലേക്കാണ് റിന്യൂവൽ ചാർജ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മളുടെ കാർ, യൂസ്ഡ് കാർ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ യൂസ്ഡ് കാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 20 വർഷം കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ പെർമിറ്റ് റിന്യൂവൽ ചെയ്യണമെങ്കിൽ, അതായത് ഫിറ്റ്നസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇനി കൊടുക്കേണ്ട ചാർജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1500 രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മളിപ്പോൾ ഇനി കൊടുക്കേണ്ടത് 10,000 രൂപയാണ്. അപ്പോൾ വളരെ വലിയൊരു വർധനവാണ്. അപ്പോൾ ഈ വർധനവ് ഇനി നമ്മൾ വാഹനം റിന്യൂവൽ ചെയ്യുമ്പോൾ ഇത്രയും ഭീമമായൊരു പണം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട പൈസ മാത്രമാണ്. ഇനി നമ്മൾ വാഹനം അത് റിന്യൂവൽ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബൈക്ക് എന്തുമാവട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതെന്ത് ചെയ്യണോ, ഒരു 20 വർഷം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പെയിൻറ്റിങ് വർക്ക്, മറ്റു ടാക്സ്, ഇൻഷൂർ, ഇതെല്ലാം വേറെ എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ ഒരു കാർ ഉപയോഗിക്കുന്നത് നമ്മൾ റിന്യൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു 30,000 രൂപയുടെ മുകളിലേക്ക് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന നമ്മളുടെ വർധനവ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.